ഇംഗ്ലീഷിലെ പാട്ട് ഒരു പാട്ട് പാടണ്ടാവും. ആ പാട്ട് ഏതാ പാടാ? What did you say? I said stuff, stuff, stuff right away. Hello, hello. ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം കുട്ടികൾ സ്കൂളിലൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ ഒരു നൈറ്റ് റൊട്ടീൻ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. ഫുള്ള് നൈറ്റ് റൊട്ടീൻ ഒന്നും കാണിക്കുന്നില്ല, കുറച്ച് സംഭവങ്ങൾ മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ. ഓഫീസിൽ നിന്ന് നേരെ തറവാട്ടിൽ പോയി കുട്ടികളെടുത്ത് വീട്ടിലേക്ക് വരും. അപ്പോൾ ഇതിന് മാരിക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും. വന്നേക്കിന് പിന്നെ ഒന്നുണ്ടാക്കി നിസ്കരിച്ച് കുട്ടികളോട് നിസ്കരിക്കാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഇതിന് ഇഷാക്ക് വാങ്ങിക്കൊടുക്കും. ഇഷാക്ക് വാങ്ങിക്കൊടുത്ത് കുറച്ച് നേരം ഓതിക്കിരുന്നിട്ടാണ് പിന്നെ ഞങ്ങൾ പഠിത്തത്തിലേക്ക് നിൽക്കുക. കുട്ടികളെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. കുട്ടികൾ ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങി. എനിക്ക് അതിന് ശേഷം കുറേ പരിപാടി ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ തിരുമ്പാളതൊക്കെ സർഫിലിട്ട് വെച്ചിരുന്നു. പിന്നെ തിരുമ്പാളൊക്കെ തിരുമ്പിയിട്ടു. അതിന് അതൊക്കെ അടിച്ച് വാരി തുടക്കാണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചിട്ടു. പണി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഫ്രഷായി. രാവിലെ എന്ന് വെച്ചാൽ പിന്നെ ഒന്നിനും നേരം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ രാത്രി തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും. നാളെ പുട്ടുണ്ടാക്കാൻ വിചാരിച്ചപ്പോൾ പുട്ടിനുള്ള തേങ്ങയൊക്കെ ചിരകി വെച്ചാൽ പിന്നെ അതൊരു പണിയാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചിരകി വെച്ചു. പിന്നെ കുട്ടികൾക്ക് ഉച്ചക്ക് കൂട്ടാൻ കൊണ്ടുപോകാനുള്ളത് എനിക്കിഷ്ടം ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അത് അധിക ദിവസം ഞാൻ ഉരുളക്കിഴങ്ങ് പൊരിച്ച് കൊടുക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി കഴുകി മുറിച്ച് മസാലയൊക്കെ തേച്ച് വെച്ചാൽ അത്രയും പണി കുറയാമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. മക്കളൊക്കെ നല്ല ഉറക്കം. സമയം 11:24 പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് കിടക്കാൻ നേരമായിട്ടില്ല. ഇനിയുണ്ട് കുറച്ചും കൂടി പണി. അപ്പോൾ എനിക്ക് ഓഫീസിൽ കൊണ്ടുപോകാൻ മുരിങ്ങ തോരൻ ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ മുരിങ്ങയൊക്കെ ഊരിച്ചു. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിനുശേഷം പിന്നെ എനിക്ക് നാളെ ഇടാനുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കണ്ട് അന്നത്തെ ദിവസം അങ്ങോട്ട് അവസാനിപ്പിച്ചു. ഞാൻ പിന്നെ കിടന്നുറങ്ങി.